അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ കൃത്യമായി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കണം. നമ്മുടെ അരുമനാഥൻ ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ കഴുക്കീഴിൽ യോർദാനിൽ സ്നാനമേറ്റ് 40 നാൾ ദൈവസന്നിധിയിലായിരുന്നു സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്. ആമേൻ. പരീക്ഷയൊക്കെ ജയിച്ച് മുന്നേറുന്ന സന്ദർഭത്തിൽ താൻ തൻ്റെ കൂടെ ഒരു കൂട്ടം ശിഷ്യന്മാരെ അല്ലെങ്കിൽ 12 പേരെ വിളിക്കുന്ന ശ്രേഷ്ഠകരമായ വിളിക്കകത്ത് കാണാൻ കഴിയുന്ന വ്യത്യസ്തമായ ഒരു വേദഭാഗമാണ് നാം കുറിവാക്യമായി വായിച്ചത്. ഇന്ന് പകൽക്കാലം അതിനകത്തു നിന്ന് 1-2 വാക്കുകൾ അടർത്തിയെടുത്ത് നിങ്ങളോട് കൈമാറാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അവിടെ വചനം 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നെ അനുഗമിക്കുവീൻ. ആമേൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞു. അവിടെ പറയുന്ന 2 പദങ്ങൾ, ഒന്ന് ഫോളോ മീ, ഐ വിൽ make you the fishers of men. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ശ്രദ്ധേയമായ മറ്റൊരു ട്രാൻസ്ലേഷനകത്ത് കാണാൻ കഴിയുന്നത് ഐ വിൽ മേക്ക് യു, ഞാൻ നിന്നെ പണിത് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നൊരു നിയോഗമാണ്. അവിടെ കാണാൻ കഴിയുന്നത് ശിമോനായ പത്രോസിൻ്റെ അടുക്കൽ ദൈവം പറയുന്ന വാക്കുകളാണ് നാം വായിച്ച വചനം. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഞാൻ ഇംഗ്ലീഷ് സർവീസിനകത്തും പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചത് ഒരു മിഷന് വേണ്ടിയാണ്, ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. ഇന്ന് പകൽ ഇതിനകത്ത് ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇതുപോലൊരു ആലയത്തിനകത്ത് നമ്മുടെ 2ാമത്തെ ചർച്ച് സർവീസായി ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഇതിനകത്ത് ചുമ്മാ ആരെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, 2 പേരെ കാണിക്കാൻ വേണ്ടിയല്ല നാം ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതൊരു ദൈവിക മഹാനിയോഗത്തിൻ്റെ മർമ്മമാണ്. ആമേൻ. ഇതിനകത്ത് നാം കടന്നു വന്ന് ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ഈ ഹാളിനകത്ത് ദൈവവചനം കേൾക്കാൻ ആൾക്കാരിരിക്കുമ്പോൾ, ലൈവിലൂടെ ഞങ്ങളെ കാണുമ്പോൾ, ഇതെല്ലാ ക്രമീകരണങ്ങളും ഇതിനകത്ത് ദൈവിക ദൗത്യത്തിൻ്റെ ഭാഗമാണ്. എന്താണ് ദൈവിക ദൗത്യം? നിങ്ങൾ പോകണം, നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം, അവരെ എല്ലാം നിങ്ങൾ ശിഷ്യരാക്കണം. അത് ദൈവിക മഹാനിയോഗത്തിൻ്റെ ഒരു ദൗത്യത്തിലേക്ക് ദൈവസഭയെ വിളിച്ചു കയറ്റുമ്പോൾ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആ ദൗത്യത്തിലേക്ക് അരുമനാഥൻ ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ശിമോനെ വിളിച്ചു പറയുന്നൊരു പദമാണ് ഫോളോ മീ, ഐ വിൽ മേക്ക് യു ദി ഫിഷേഴ്സ് ഓഫ് മാൻ. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ പ്രിയരെ, കേവലം നാം കൈയടിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മെക്കുറിച്ച് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ആവശ്യമായ വലിയൊരു നിയോഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കേവലം ഒരു ചെറിയൊരു ചടങ്ങിന് വേണ്ടി എല്ലാവരും ഞായറാഴ്ച വരുന്നു, ഞാനും ഞായറാഴ്ച വരുന്നു, എല്ലാവരും കൈയടിക്കുന്നു, ഞാനും കൈയടിക്കുന്നു എന്ന് കരുതി ഒരു ലാഘവത്തോടെ വന്നു പോകുന്നവനാകരുത്. ഇന്ന് പകൽ ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹാനിയോഗമുണ്ട്. മഹാനിയോഗം നിന്റെ മേലില്ലെങ്കിൽ ഇന്ന് പകൽ നാം ഇതിനകത്ത് വരത്തില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ല, ഞാനിവിടെ പ്രസംഗിക്കത്തില്ല, ദൈവദാസന്മാർ ഇവിടെ പാടത്തില്ല. നാം ഈ ഭൂപ്പരപ്പ് വിട്ടു പോകേണ്ടതായിരുന്നു. 2024 നമ്മെ ദൈവം തിരിച്ചു വിളിക്കാതെ ഈ ഭൂമിക്കകത്ത് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു തറപ്പിച്ച് അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ പറയാ, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ച ദൈവിക ദൗത്യം തീർന്നിട്ടില്ല. നിന്റെ കാലഘട്ടത്തിൽ നീ ചെയ്ത് തീർക്കേണ്ട ദൈവിക മിഷനുണ്ട്, ദൈവിക ദൗത്യത്തിന് വേണ്ടി ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.
ഇന്നു പകൽ സകല സഭകളും സകല ഡിനോമിനേഷനുകളും പെന്തക്കോസ് ഒന്നില്ല, ബാപ്റ്റിസ്റ്റ് എന്നില്ല, മെത്തേഡിസ്റ്റ് എന്നില്ല, ആംഗ്ലിക്കൻസ് എന്നില്ല. അവർ ദൈവിക നിയോഗത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. ഒരു കാലത്ത് ദൈവിക ദൗത്യവും മിഷണറി പ്രവർത്തനങ്ങൾ ഒരുപോലെ ചിറകിന്റെ കീഴിൽ മറച്ചു പിടിച്ച് ഒരുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി ദർശനത്തോടെ ഇറങ്ങി തിരിച്ച പലരും ഇന്ന് ദർശനം നഷ്ടപ്പെട്ടവരായി, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരായി, ദൈവിക ദൗത്യം പുറങ്കാലുകൊണ്ട് കളഞ്ഞവരായി ജീവിക്കുമ്പോൾ സ്നേഹിത, ഈ പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് കേവലം നിന്റെ മുറിക്കകത്തൊതുങ്ങുന്ന പ്രാർത്ഥനയല്ല, കേവലം നിന്റെ കുടുംബത്തിന് ലഭിക്കും അനുഗ്രഹത്തെ കുറിച്ച് ഉരുവിടുന്ന പ്രാർത്ഥനയുടെ ഒരു സെൽഫിഷ്നെസ് അല്ല. ഇന്ന് പകൽക്കാലം മറിച്ച് ആയിരങ്ങൾ നരകത്തിലേക്ക് പോകുമ്പോൾ, ആയിരങ്ങൾ നിത്യാഗ്നിയിലേക്ക് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം തന്ന ദൗത്യമുണ്ട്. എന്തെന്നറിയാമോ? നമ്മെ തന്നെ ത്യജിച്ച് ദൈവത്തെ അനുഗമിക്കുന്ന ഒരു കൂട്ടം പേരെ പിടിക്കുക, ഒരു കൂട്ടം പേരെ നേടിയെടുക്കുക. ഈ തലമുറയിൽ അഭിഷിക്തന്മാർ, അഭിഷേകത്തോടെ എഴുന്നേൽക്കുന്ന ആളുകൾ എഴുന്നേറ്റു വരട്ടെന്ന് ഞാൻ ആത്മാവിൽ കണ്ടു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ, ഇന്ന് പകൽക്കാലം ഒരു കൂട്ടം പേർ, നമ്മുടെ കൂടെ പഠിക്കുന്നവർ, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ, നമ്മുടെ കോളേജിലും സ്കൂളിലും നമ്മുടെ തോളത്ത് കൈയിട്ട് നടക്കുന്നവർ, ഒരു കൂട്ടം പേർ നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ ഈ കാലഘട്ടത്തിനകത്ത് അഭിഷേകം തമ്മ ദൈവം നിർത്തിയത് അവരുടെ കൂടെ നാമം നിത്യ നരകത്തിൽ പോകാനല്ല, അവരുടെ കൂടെ കളിച്ചു ചിരിച്ചു നാമം നിത്യ അഗ്നിക്ക് അവകാശികളാക്കാനല്ല. ഇന്ന് പകൽക്കാലം ദൈവം തന്ന ഒരു മഹാനിയോഗമുണ്ട്. അത് ലോകത്തെ അനുഗമിക്കാനല്ല, ലോകത്തിന്റെ ഇഷ്ടങ്ങളെ അനുഭവിപ്പാനല്ല. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ യേശുനാഥൻ ഗലീല കടൽ തീരത്ത് നിന്ന് പറയുകയാണ്, ശിമോനെ ഫോളോ മീ. ഇന്ന് പകൽക്കാലം ആരെയൊക്കെ ദൈവാത്മാവ് ചലഞ്ച് ചെയ്യുകയാണ്. ലോകത്തെ അനുഗമിച്ചു കൊണ്ടിരിക്കും നിന്നോടാണ് ഇന്ന് പകൽക്കാലം ദൂത്. കൂട്ടുകാരെ അനുഗമിച്ചു കൊണ്ടിരിക്കും നിന്നോടാണ് ഈ ദൂത്. ആരുടെയൊക്കെ മധുരവാക്കിനകത്ത് അനുഗമിച്ചു കൊണ്ടിരിക്കും നിന്നോടാണ് ഈ ദൂത്. ഇന്ന് പകൽക്കാലം ദൈവം പറയുക, സ്നേഹിത, താൽക്കാലിക സുഖത്തിന്റെ ലോകത്തിലേക്ക് അനുഗമിച്ചു നീ പോകരുത്. ഇന്ന് പകൽ അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു അരിമനാഥനെ ഞാൻ പരിചയപ്പെടുത്ത അവസാന തുള്ളി രക്തവും മാനവകുലത്തിന് വേണ്ടി ചങ്കു പിളർന്നു കൊടുത്ത് അവസാന തുള്ളി രക്തവും ഊറ്റി അവന്റെ രക്തത്താൽ സകല മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം തന്ന ഒരു അരിമരക്ഷകനുണ്ട്. അവനെ മാത്രമാണ് ഈ ലോകത്തിൽ അനുഗമിക്കാൻ കൊള്ളാവുന്നത്. അവനെ മാത്രമാണ് പിൻചെല്ലാൻ കൊള്ളാവുന്നത്. അവനെ നിൽച്ചാമേൻ അവനെ ലക്ഷ്യമാക്കി ഈ പോർക്കളത്തിനകത്ത് ഓടി തികയ്ക്കാൻ നിനക്ക് കഴിഞ്ഞ അവൻ എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നീ ഓടണ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ അനുഗമിക്കുന്നവന്റെ കർത്താവിനെയാണ്, ഞാൻ അനുഗമിക്കുന്നവന്റെ ദൈവത്തെയാണ്. കേവലം കയ്യടിയിൽ ഒതുങ്ങുന്നവല്ല, കേവലം കപടഭക്തിക്കകത്ത് തീർന്നു പോകുന്നവല്ല, അമ്മയൻ മറിച്ച് കരതീർത്തൊരു വിശുദ്ധനായി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ തന്റെ ഇടമുണ്ടെന്ന് പറയാ. ഇന്ന് പകൽ ആർജവമുള്ളവരുണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു രക്ഷകൻ, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാല സകല മതങ്ങളും മതദൈവങ്ങളും അവർ രക്തധാരിക ദാഹികളായി രക്തം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഒരേ ഒരു ദൈവം മാത്രം മാനവകുലത്തിൻ്റെ നെടുകയിൽ കിടന്നുകൊണ്ട് ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് പാലസ്തീനിൻ്റെ പച്ചമണ്ണിൽ അവൻ അവസാന തുള്ളി രക്തവും കൊണ്ടുവാന്നല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി തരാ, നിന്റെ പാപത്തിന് മറുവിലയായി തരാ, നിന്റെ എൻ്റെ ചങ്കു തുറന്ന് നിന്റെ ജീവനെ നിത്യതയിലെത്തി ഞാനൊരു വഴി തുറന്നു വരാമെന്ന് പറഞ്ഞ ഒരു അരിമനാഥന്റെ അനുഗാമികളാണ് നാം. ഇന്ന് പകൽക്കാലം അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ അനുഗമിക്കുന്നത് ആമേൻ, ആമേൻ, ആമേ. അതൊരു പരാജയമല്ല, അതൊരു നിന്ദയല്ല, അതൊരു അപമാനമല്ല, അതെന്റെ ജീവിതത്തിൽ ഒരു പ്രിവിലേജ് ആണെന്ന് പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തെ കരമടിച്ചോ കരമുയർത്തിയോ ദൈവത്തിന് ആരാധന കൊടുക്കണം. അവനിക്കൊരു അപമാനമല്ല, അവനിക്കൊരു നിന്ദയല്ല, അവനിക്ക്
അതെനിക്കൊരു പോരായ്മയല്ല. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തെ അനുഗമിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ നന്മയാണ്, എനിക്ക് ഏറ്റവും വലിയ അഭിമാനമാണെന്ന് പറയുന്ന ഇറ്റ്സ് എ പ്രിവിലേജ് എന്ന് പറയുന്നൊരു തലമുറ ഈ പട്ടണത്തിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഇന്ന് പകൽ സ്നേഹിത, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു ദൈവം അവന്റെ യേശുവാണ്. അവനെ അനുഗമിച്ചവരാരും പാതി വഴി വീട്ടിട്ടില്ല. അവനെ അനുഗമിച്ചവരാരും അവരുടെ കുടുംബം തകർന്നു പോയിട്ടില്ല. അനുഗമിച്ചവരുടെ തലമുറകൾ നശിച്ചു പോയിട്ടില്ല. അവനെ അനുഗമിച്ചവരാരും പാതി വഴി പട്ടുപോയിട്ടില്ല. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ മായികനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ലക്ഷ്യമാക്കി ഈ പ്രവാസകാലം ഭയത്തോടെ അവന്റെ പിന്നാലെ അനുഗമിക്കാമോ? ഈ പട്ടണത്തിനകത്ത് എന്റെ ദൈവത്തെ അനുഗമിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ പട്ടണത്തിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഇന്നത്തെ ലോകത്ത് കാണുന്നത് ദൈവത്തെ അറിഞ്ഞവർ പോലും ജാതികളുടെ കൂടെ അവരുടെ ലോകപരമായ കാര്യങ്ങളിലേക്ക് അനുഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കർത്താവ് വിളിക്കുക, ഫോളോ മീ. ഇന്ന് പകൽക്കാലം ദൈവം മാറി നിന്ന് വിളിക്കുക, എന്നെ അനുഗമിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തെ അനുഗമിക്കുക. ഇന്ന് പകൽ നീ റെഡിയല്ലെങ്കിൽ 1000 പേർ റെഡിയാണ് കേട്ടോ. ദൈവത്തെ അനുഗമിച്ച ഭക്തന്മാരുടെ നീണ്ട ചരിത്രം എനിക്കിന്ന് പകൽക്കാലം നിന്ന് പ്രസംഗിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഇന്ന് പറയാൻ കഴിയും, അവരൊക്കെ ജീവനെ പോലും വിലയില്ലാതെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടെ നിന്നിട്ട് അവരെല്ലാം ജീവിതം പോലെ ജീവൻ പോലെ ഈ ദൈവത്തിന് വേണ്ടി അർപ്പിച്ച് ദൈവരാജ്യത്തിലേക്ക് കടന്നുപോയ ഒരു 100 കണക്കിന് വിശുദ്ധന്മാരുടെ ചരിത്രം ഇന്ന് പകൽക്കാലം എനിക്ക് പ്രസംഗിക്കാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ചോദിക്കുകയാണ്, ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവം നമ്മെ കൊണ്ടു നിർത്തിയിരിക്കുമ്പോൾ, ഈ 21ാമത്തെ നൂറ്റാണ്ടിൽ ദൈവം കൊണ്ടു നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് പകൽ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ, ഐ എം ഫോളോയിങ് ദി ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. ഞാൻ ക്രിസ്തുവിനെ അല്ലാതെ ഈ ലോകത്തിലെ ഒന്നിനെ അനുഗമിക്കുന്നവനല്ല എന്ന് പറയാൻ നിനക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ നിന്നെ പോലൊരു ഭാഗ്യവാ ഈ ലോകത്തിൽ ഒരു വ്യക്തിയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അനേക ഫിലിം സ്റ്റാർസിനെ അനുഗമിക്കുന്നവരുണ്ട്, അനേക മതങ്ങളെ ഇസങ്ങളെ അനുഗമിക്കുന്നവരുണ്ട്, അനേക രാഷ്ട്രീയ പാർട്ടികളെ അനുഗമിക്കുന്നവരുണ്ട്. അവരെല്ലാം എന്തിനെന്ന് പോലും അറിയാതെ അനുഗമിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ മാറി നിന്ന് അരിമനാഥം വിളിക്കുക, ഫോളോ മീ. നീ എന്നെ അനുഗമിക്ക. എന്തിനെന്നറിയാമോ? ഈ ലോകത്തിൽ തകരുന്നവനായിട്ടല്ല, അനേകരെ നേടുന്നവനായി ഞാൻ നിന്നെ പണിയാം. ഇന്ന് പകൽക്കാലം ജീവിതമാകുന്ന പടക് ഉഴഞ്ഞ് മറുകര എത്താൻ കഴിയാത്ത രീതിയിൽ ജീവിതമെല്ലാം തകർന്ന് ഇനിയൊരു പ്രത്യാശയുമില്ല, ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ ശബ്ദം ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവിതം ഇത്രയായി എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല, എത്ര വഴികൾ തേടിയിട്ട് ഒരു വഴിയും എൻ്റെ മുൻപിൽ തുറന്നു വരുന്നില്ല, എനിക്കൊരു നന്മയും കാണാൻ കഴിയുന്നില്ല, എനിക്ക് പ്രതീക്ഷിച്ചൊരു ഭാവി നേടാൻ കഴിയുമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നവർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് പറയാ, അനുഗമിക്കാൻ പറ്റിയൊരു ദൈവമുണ്ട്. നിന്റെ ചരിത്രത്തെ മാറ്റുന്നൊരു ദൈവപ്രവൃത്തി. അവനെ അനുഗമിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഈ ലോകത്തിലെ ആരെ അനുഗമിച്ചാലും കിട്ടാത്തൊരു നല്ല ഭാവി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഒരു ഉയർച്ച നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഒരു നന്മ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഞങ്ങളതിന് സാക്ഷികളാണ്. ലോകത്തിന്റെ മുൻപിൽ തകർന്നു പോയ ഞങ്ങളെ പണിതുയർത്തിയൊരു സ്നേഹമുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ സ്നേഹം. ഈ പകൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് വേദനയോട് ഈ ശബ്ദം കേൾക്കുന്നവർ, ഈ ഹോളിനകത്ത് വേദനയോടെ പ്രതീക്ഷയറ്റ് ഈ ശബ്ദം കേൾക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തോടൊരു തീരുമാനമെടുക്കുക. ഞാനും എൻ്റെ കുടുംബവും അങ്ങേ ഫോളോ ചെയ്യാൻ തുടങ്ങിയ, അങ്ങേ അനുഗമിക്കാൻ തുടങ്ങിയാണ്. ഒരു മനുഷ്യ ഇസങ്ങളെയല്ല, ഒരു തത്വസംഹിതകളെയല്ല, ഒരു മനുഷ്യനെയല്ല, ഒരു മനുഷ്യ ദൈവത്തെയല്ല, മനുഷ്യ നിർമ്മിത ദൈവത്തെയല്ല, സാക്ഷാലുടയവനെ ഞാൻ ഇന്ന് പകൽ അനുഗമിക്കാമെന്ന് പറഞ്ഞ ഈ പകൽ നിന്റെ കൂടെ എൻ്റെ ദൈവം ഇറങ്ങി വരും.
ഓ, അങ്ങനെ ചില ദൈവ പ്രവർത്തികൾ ഈ പട്ടണത്തിനകത്ത് ദൈവം ചെയ്യട്ടെ. ഈ പട്ടണത്തിനകത്ത് ദൈവത്തെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ദൈവത്തിന്റെ കൂടമടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഞാനത് വിശ്വാസത്തോടെ കാണുകയാണ്, വിശ്വാസ കണ്ണാൽ കാണുകയാണ്. ഓ, അടഞ്ഞുപോയ ജീവിതത്തിന്റെ മുൻപിൽ ഇനി ഒരു വടിയുമില്ലാതെ എല്ലാം തകർന്നവനാ, എല്ലാം തകർന്നവളാ, ഇനി മാളയമ്മ അറിയാതെ ഉലയുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കുഞ്ഞേ, ഇന്നു പകൽ നിന്റെ പടകിൽ എൻ്റെ കർത്താവ് വന്ന ആമേൻ. പ്രിയമേ കുഞ്ഞെ, നിന്റെ പടകിനകത്ത് എൻ്റെ ദൈവം എഴുന്നള്ളി വന്ന നിന്റെ കൂടാരത്തിനകത്ത് ഈ ദൈവം വന്ന നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്. ഈ പകൽ ഈ കുഞ്ഞുങ്ങളുടെ മേ ആ ആത്മമറവ് വെളിപ്പെടട്ട്. ലോകത്തിന്റെ ഒരു ഇച്ഛകൾക്ക് ആമേൻ അവരെ പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിനെ അനുകരിക്കുന്ന, ദൈവത്തെ അനുഗമിക്കുന്ന ഒരു തലമുറ ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വരട്ടെ. ഇന്ന് പകൽ നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്തുള്ള സൂയിസൈഡിന്റെ ടെൻഡൻസികൾ മാറ്. തകർന്ന നിന്റെ കൂടാരത്തെ പണിയ്, നിന്റെ അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ആത്മതലങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഈ പകൽ ദൈവത്തിന്റെ അസാധാരണമായ തേജസ് നിന്റെ കൂടാരത്തിനകത്ത് ആഴമായി വെളിപ്പെടുകയാണ്, ആഴമായി വെളിപ്പെടുകയാണ്. യെസ്, റിഖമനമന ഷാറേഖമോന ശേഖമേനി ദൂരഗഡഗ അർത്ഥമാന ദാര 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 ദാര. ദൈവത്തെ അനുഗമിക്കുമ്പോ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോ ഒരു ഗ്രൂപ്പ് ഇവനകത്ത് എഴുന്നേൽക്കട്ടെ. ദൈവഹിതത്തിൽ ചലിക്കുമ്പോ ദൈവത്തിന്റെ ഇഷ്ടം വലുതെന്ന് പറയുന്ന, ചുമ്മാ കൈയടിക്കരുത്, ചുമ്മാ അന്യഭാഷ പറയരുത്. ഇന്ന് പകൽ ദൈവ ഹൃദയത്തിന്റെ ആമെ ഫലകമേൽ, ഇന്ന് പകൽ കാല ഹൃദയമാകുന്ന ഫലകമേൽ എഴുതി വെക്കണം. ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തെ അനുഗമിക്കുക. ആമേൻ. I have decided to follow Jesus, not turning എന്ന് ഭക്തൻ പറഞ്ഞതുപോലെ എല്ലാം അനുഗ്രഹത്തിന്റെ മട്ടിപ്പാവിൽ നിന്നല്ല, എല്ലാം തകർച്ചയില്ല. അവന്റെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഭക്തൻ പറയുകയാണ്, I have decided to follow Jesus. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തന്റെ ഇടമുണ്ട്? എത്ര വലിയ പ്രതികൂലം വന്നാൽ, മരണം മുന്നിൽ കാണേണ്ടി വന്നാൽ, ഈ ദൈവത്തെ വിട്ട്, ഈ ദൈവത്തിന്റെ ഇഷ്ടം വിട്ട് ഞാൻ കടന്നു പോകില്ല. ഈ ദൈവത്തിന്റെ ഹിതം വിട്ട് ഞാൻ ഓടി മാറില്ല. ഈ ദൈവത്തെ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. കൂട്ടുകാർ തരുന്ന താൽക്കാലിക സുഖമല്ല എനിക്ക് വേണ്ടത്. കൂട്ടുകാരുടെ മുൻപിൽ ലോകകരമായ ജീവിതത്തിനകത്ത് ആഴ്ന്നു പോയി കിട്ടുന്ന ഒരു ചെറിയ മന്മയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് നിത്യമായതാണ്. ആമേൻ, നിത്യമായതാണ്. എനിക്ക് വേണ്ടത് നിത്യമായതാണ്. ഈ മണ്ണിനെ പ്രതി ആ മാണിക്യമായ മിഥ്യതയെ ഞാൻ വിടത്തില്ലെന്ന് പറയുമോ? പ്രിയരെ, ഈ പത്രോസിനെ വിളിക്കുമ്പോൾ, ഈ ശിമോനെ വിളിക്കുമ്പോൾ അവന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? രാത്രി മുഴുവനും ഗന്നസര തടാകത്തിന്റെ മുൻപിൽ രാത്രി മുഴുവനും വലയിറക്കി. സീസണുകൾ മാറി വരുന്നതറിയാവുന്ന മുക്കോ ചെറുക്കൻ രാത്രി മുഴുവനും വലയിറക്കിയിട്ട് അവൻ്റെ വലയ്ക്കകത്തൊന്നും കയറിയില്ല. അതിരാവിലെ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെന്നറിയാമോ? ഗന്നസര തടാകത്തിൻ്റെ കരയിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞ 100 കണക്കിന് പടകുണ്ട്. പക്ഷെ ഒരുവൻ മാത്രം, ഞാൻ എങ്ങനെ എൻ്റെ കൂടാരത്തിൽ പോകും? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് കൊടുക്കും? നാളെ എന്താകും? എൻ്റെ വീട്ടിൻ്റെ സങ്കടം എങ്ങനെ മാറും? എനിക്ക് വേണ്ടി ആര് കരുതോ? അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ, ഞാൻ അധ്വാനിച്ചിട്ടൊന്നും നേടാൻ കഴിയുന്നില്ലല്ലോ, എത്ര ശ്രമിച്ചിട്ടും ജീവിതം പരാജയമാണല്ലോ. നാളത്തെ പകൽ എനിക്ക് വേണ്ടി ആര് ചിന്ത ചെയ്യും? എൻ്റെ തലമുറയുടെ ഭാവി എന്താകും എന്നൊക്കെ
ഓർത്തൊരു ഭക്തനായ മനുഷ്യൻ ആമെ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോ 1000 പടകൾ ഗെന്നസരത്ത് തടാകത്തിന്റെ അടുക്കൽ കിടക്കുമ്പോൾ ദൈവാത്മാവിൽ ഒരു ദൂത് പറയാ, 1000 പടകുകളെ തേടി എന്റെ ദൈവം വന്നില്ല. പക്ഷെ തകർന്നവന്റെ വേദന അറിയുന്ന, ഹൃദയമുടഞ്ഞവന്റെ വേദന അറിയുന്ന, ശൂന്യതക്കകത്ത് കരയുന്ന ഹൃദയമിടിപ്പുള്ള ശീമോന്റെ പടകിനെ തേടി ഇന്ന് പകൽ എന്റെ ദൈവം വന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം 1000 പേരുണ്ടായാൽ കരയുന്ന നിന്റെ കണ്ണുനീർ കാണാതെ എന്റെ ദൈവം പോകത്തില്ല. ആർക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിച്ചില്ലേലും ഇന്ന് പകൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ഹൃദയ നുറുക്കത്തോട് ഈ പ്രസംഗം കേൾക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ പടകിന്റെ അടുക്കൽ നീ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ ശൂന്യമായ വലയുടെ അടുക്കൽ എന്റെ ദൈവം ഇറങ്ങി വരും. ഈ പകൽ ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ചില ശൂന്യതയ്ക്കകത്ത് എന്റെ ദൈവം ഇറങ്ങുമ്പോ ആരുടെയും പടക് തേടിപ്പോയില്ല. പക്ഷെ ഹൃദയം നുറുങ്ങിയവർക്ക് എന്റെ അപ്പൻ സമീപസ്ഥനാണ്. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കും അവയുമാണ്. ഇന്ന് പകൽ ഹൃദയ നുറുക്കത്തോടെ ഈ സങ്കടത്തോടെ എന്റെ തലമുറയ്ക്ക് വേണ്ടി ആര് കരുതും, എന്റെ കൂടാരത്തിന് വേണ്ടി ആര് കരുതും, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും, എന്റെ സഭയ്ക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും, എന്റെ ഭാവിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുമെന്ന് ചോദിച്ച് വ്യാകുലപ്പെടുന്ന ഹൃദയത്തിന്റെ ഇടുപ്പുകളെ, ഹൃദയത്തിന്റെ വ്യാകുലത അറിയുന്ന ദൈവം ഇന്ന് പകൽ നിന്നെ ലക്ഷ്യമാക്കി വരികയാണ്. ഈ പകൽ നിന്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി വരികയാണ്, നിന്റെ ശൂന്യതയെ ലക്ഷ്യമാക്കി വരികയാണ്. Are you ready to receive? ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ ദൈവം ഇറങ്ങുന്ന താങ്ങാൻ കഴിയാത്ത ദൈവ സാന്നിധ്യ എന്തോ സംഭവിക്കുന്നു. അസാധാരണമായത് ദൈവ ചില കൂടാരങ്ങൾക്കകത്ത് സംഭവിക്കുന്നു. ശൂന്യമായ നിന്റെ ജീവിതത്തെ പണിയുന്നു, ശൂന്യമായ നിന്റെ ശരീരത്തെ പണിയുകയാണ്. ഇന്ന് പകൽ രോഗങ്ങളെ ദൈവം എടുത്തു മാറ്റുന്നു. ഇന്ന് പകൽ നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നിന്റെ ഉപജീവനത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് വേണ്ടി എന്റെ ദൈവം ഇന്ന് പകൽ നിന്നെ തേടി കരമടിക്കുമെങ്കിൽ അന്യഭാഷ പറയുമെങ്കിൽ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ മേ ബി നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും 1 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കാതെ പോകരുത്. ഇന്ന് പകൽ ആരാധിക്കുമ്പോൾ നിന്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി ചില ദൈവ പ്രവർത്തികൾ, ചില ഡിവൈൻ എൻകൗണ്ടറുകൾ നിന്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി വരും. തകർന്നു പോയെന്ന് നീ പറയും, നിന്റെ ജീവിതത്തെ പണിയ എന്റെ കർത്താവ് ഈ പകൽ ഇറങ്ങി വരും. കർത്താവിനോട് ചോദിച്ച, കർത്താവേ 100 പടക്ക് ഗെന്നസരത്ത് തടാകത്തിനില്ലേ? 100 കടക്കിന് പടകില്ലേ? എന്തിനായി ശീമോന്റെ പടക്? കർത്താവ് പറയും, രാത്രി മുഴുവനും അധ്വാനിച്ചു, അവനെ കരം താങ്ങാൻ ഒറ്റ എണ്ണയില്ല. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഒരായുസ് മുഴുവനും നീ അധ്വാനിച്ചു, അനേകരെ ഉയർത്തിവിട്ടു, അനേകർക്ക് നന്മകൾ കൊടുത്തു, അനേകരം നിന്നാൽ കഴിയുന്ന രീതിയിൽ ലിഫ്റ്റ് ചെയ്തു. പക്ഷെ എൻ്റെ ചോദ്യം, നിന്റെ പടക് ശൂന്യമായപ്പോ നിന്നെ ഒന്ന് കൈത്താങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്നലകളിൽ നന്മ കൊടുത്ത് ആരെങ്കിലും നിന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇന്നലകളിൽ നിനക്ക് വേണ്ടി നീ ചേർത്ത് നിർത്തി ആരെങ്കിലും നിന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ശൂന്യമായ പടകും ശൂന്യമായ വലയുമല്ലാതെ നിന്റെ ജീവിതത്തിനകത്ത് എന്തേലും ഉണ്ടോ കുഞ്ഞെ? ഇന്ന് പകൽക്കാലം ആരും തിരിഞ്ഞു നോക്കാനില്ലേലോ? സങ്കടപ്പെടണ്ട. നിന്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞു രമനാഥൻ നിന്റെ അടുക്കൽ വരുന്നുണ്ട്. നീ വിളിക്കണ്ട, നിന്നെ തേടി വരുന്നൊരു ദൈവ. ഈ പകൽക്കാലം നീ പ്രാർത്ഥിക്കണ്ട കുഞ്ഞെ. നീ ദൈവത്തോട് കപ്പാവൊന്ന് വരണമെന്ന് പറയണ്ട. നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ അറിഞ്ഞു, നിന്റെ വേദന അറിഞ്ഞു മനുഷ്യരാരും അടുക്കൽ വന്നില്ലേലോ? നീ ഇരിക്കുമ്പോ
ഇരിപ്പിടത്തിനടുത്ത് ഇറങ്ങി വരുന്ന ഒരു അപ്പായുണ്ട്. ആ ദൈവം ഇന്നു പകൽ നിന്റെ അടുക്കൽ ഇറങ്ങി വരും, നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരും, നിന്റെ സഭയ്ക്കകത്ത് ഇറങ്ങി വരും, നിന്റെ ഭാവിക്കകത്ത് ഇറങ്ങി വരും, നിന്റെ പടകിനകത്ത് ഇറങ്ങി വരും, നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയ്ക്കകത്ത് ഇറങ്ങി വരും. അവൻ ഇറങ്ങി വന്ന നിന്റെ ജീവിത സ്ഥിതി മാറോ, അവൻ ഇറങ്ങി വന്ന നിന്റെ അവസ്ഥ മാറോ. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഉള്ള കാലത്ത് നമ്മൾ കൊടുക്കുന്നതൊന്നും ഇല്ലാത്ത കാലത്ത് നമുക്ക് തിരിച്ചു നൽകുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. ഹലോ, എത്രയോ അമ്മ അപ്പന്മാർ മക്കളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവർ വലുതാകുമ്പോൾ ഇവരുടെ ശരീരം ഒന്ന് ക്ഷയിക്കുമ്പോൾ, ആരോഗ്യം ഒന്ന് കുറയുമ്പോൾ, അവരിൽ ലോകം വെളിപ്പെടുമ്പോൾ അവർക്കിവർ അലർജിയായി മാറുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? അമ്മയപ്പന്മാരുടെ വാക്ക് കേൾക്കാതെ പോകുന്ന എത്രയോ തലമുറകളുണ്ടെന്നറിയാമോ? ദൈവപ്രസാദം വിട്ട് തലമുറകളെ ദൈവപ്രസാദം വിട്ട് തലമുറകൾ ലോകത്തിൻ്റെ മായയിലേക്ക് പോകുമോ? ഇന്ന് പകൽ ആരും ചേർത്ത് പിടിക്കാനില്ലാത്ത ഒരുവൻ്റെ ഹൃദയം വേദനിച്ച എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വരും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമൻ. ദൈവം വെള്ള ഷർട്ട് ഇട്ടവനാണെന്നോ, അവൻ ക്ലീൻ ഷേവ് ചെയ്തവനാണെന്നോ ഒന്നും നോക്കത്തില്ല. വേദനിക്കുന്നവന്റെ അടുക്കൽ എൻ്റെ ദൈവം ഇറങ്ങി വരും. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം ഇടപെടുകയാ, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങും കേട്ടോ. ഈ പകൽ നിനക്ക് ശൂന്യമായ എൻ്റെ പടകിനകത്ത് എൻ്റെ ദൈവം ഇറങ്ങുക. ആരുടെയും കണ്ണ് നിന്നിലേക്ക് ദൃഷ്ടി വച്ചില്ലേലോ, ഒരു കണ്ണ് നിന്നെ നോക്കുന്നുണ്ട്, ഒരു കണ്ണ് നിന്നെ നോക്കുന്നുണ്ട്, ഒരു കണ്ണ് നിന്റെ വേദന കാണുന്നുണ്ട്. ആരും നിന്നെ തിരിഞ്ഞു നോക്കാൻ ഇല്ലേലോ, ഒരു കണ്ണ് നിന്നെ കാണുന്നുണ്ട്, ഒരു കണ്ണ് നിന്റെ വേദന അറിയുന്നുണ്ട്. അമ്മേ, അതുകൊണ്ടാ സാധു കൊച്ചുഞ്ഞു ഉപദേശി ഒരിക്കൽ പറഞ്ഞത്, ആരും സഹായമില്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ, ആരും സഹായമില്ല പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ട്. ധൈര്യത്തോടൊന്ന് പാടിയാട്ടെ. പിതാവില്ല ചോർക്കു നല്ലൊരു സാധനം പെറ്റമായ കാവിഞ്ഞാദ്രവാനും, പിതാവില്ലാത്തോർക്കു നല്ലൊരു സാധനം പെറ്റമകെ കാവിഞ്ഞാദ്രവാനു, വിധവയ്ക്കു കാന്തനും സാധുവിനാപ്പാവു, എല്ലാവർക്കും എല്ലാം കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവി, എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും ഉറപ്പുള്ളവ, അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ
തീയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ തനി എന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവ സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശക്തിയോടെ ഒന്ന് സ്തുതിച്ചാട്ടെ, ഒരിക്കൽ കൂടെ ശക്തിയോടൊന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ആരും സഹായമില്ലാതെ പോയാലും, എല്ലാവരും കണ്ടിട്ടും കാണാതെ പോയാലും, ശിമോനെ, നിന്റെ പടകിൻ്റെ ശൂന്യത അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആരും കരുതാനില്ലാതെ വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽ നിന്റെ ശൂന്യത അറിയുന്നുണ്ട്. ഒരുപക്ഷെ നിന്റെ പേഴ്സ് കാലിയായിരിക്കുക, നിന്റെ കൂടാരത്തിൻ്റെ അവസ്ഥ കാലിയായിരിക്കുക, മദ്യപാനിയായ ഒരു അപ്പനായിരിക്കുക, എല്ലാം ഉപേക്ഷിക്കപ്പെട്ടവരായ ഒരമ്മയായിരിക്കുക. അമ്മ ചോർത്തു നിർത്താൻ നിനക്കാരും കാണില്ലേലോ. ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്താം. നിന്റെ വേദനയ്ക്കകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവത്തെ, നിന്റെ ശൂന്യതയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവത്തെ മനുഷ്യൻ കാണാതെ പോകുമ്പോൾ ആരും നിനക്ക് വേണ്ടി കരുതിയില്ലേലോ. സ്വർഗ ഭണ്ഡാരം തുറന്ന് ഞാൻ നിനക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സ്ഥലം പോരായി വരികയോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവത്തെ അനുഗമിക്കുന്നവരാണ് ഞങ്ങൾ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, അതാണ് ഞങ്ങളുടെ ധൈര്യം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ധൈര്യം ബാങ്ക് ബാലൻസ് അല്ല, ഞങ്ങളുടെ ധൈര്യം ആരോഗ്യമല്ല, ഞങ്ങളുടെ ധൈര്യം സൗന്ദര്യമല്ല, ഞങ്ങളുടെ ധൈര്യം ഈ ലോകത്തിലെ മന്മയല്ല, സിറ്റി ബാങ്കിലെ അക്കൗണ്ട് അല്ല ഞങ്ങളുടെ ധൈര്യം. ഞങ്ങളുടെ ധൈര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അനുഗമിക്കുന്ന യേശുവിന്റെ പ്രത്യേകതയാണ്. അവൻ കൂടെയുണ്ടെങ്കിൽ മരുഭൂമിയിൽ ഞങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കും. അവൻ കൂടെയുണ്ടെങ്കിൽ സിംഹക്കുഴിക്കകത്തും ഞങ്ങൾ ജീവനോട് ചേച്ചിക്കും. അവൻ കൂടെയുണ്ടെങ്കിൽ തീച്ചൂള 7 മടങ്ങായി വർദ്ധിച്ചാൽ അവന്റെ മടുവിലൂടെ ഞങ്ങൾ നടക്കും. അവൻ കൂടെയുണ്ടെങ്കിൽ പെരുവെള്ളത്തിന്റെ മുകളിലൂടെ ഞങ്ങൾ നടന്നു പോകും. അതാണ് ഈ തലമുറയിൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ദൈവത്തെ അനുഗമിക്കുന്നത് കൊണ്ട് ഇന്നു പകൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഇനി പറ, അനുഗമിക്കാൻ കൊള്ളാവുന്ന വേറൊരു ദൈവം ഉണ്ടോ? വേറൊരു മനുഷ്യനുണ്ടോ? ഒരു മനുഷ്യനും ICU വാർഡിനപ്പുറം വരാൻ കഴിയില്ല. വെന്റിലേറ്ററിനകത്ത് കയറിയാൽ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു ഡോക്ടർമാരും ഒരു പരിധി കഴിഞ്ഞാൽ പറയൂ, ഞങ്ങളുടെ കൈവിട്ടുപോയി, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിച്ചോ എന്ന്. ഇന്ന് പകൽക്കാലം ഇവൻ്റെ പ്രത്യേകത എമ്മറിയാമോ? ഭീമോൻ കണ്ടുമുട്ടിയ ദൈവത്തിൻ്റെ പ്രത്യേകത എമ്മറിയാമോ? അവൻ്റെ പ്രത്യേകത, അവൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കാമെന്ന് മാത്രമല്ല, അവൻ ജീവന്റെ ദായകനാണ്. ഇന്ന് പകൽ ജീവന്റെ ദായകൻ, നിത്യജീവന്റെ മൊഴികളുള്ളവൻ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ട നിന്നിൽ മരണമല്ല കുഞ്ഞെ വാഴുന്നത്, നിന്നിൽ നിത്യ ജീവൻ വാഴും. നിന്റെ കൂടാരത്തിൽ നിന്റെ നിത്യ ജീവൻ വാഴും. നിന്റെ സഭയിൽ നിത്യ ജീവൻ വാഴും. ഹല്ലേലൂയ. എല്ലാം തകർന്നവനായ ശീമോൻ പടകുന്ന കഴുകി വല നന്നാക്കുമ്പോൾ 100 കണക്കിന് പടകുണ്ടെങ്കിലും ശീമോന്റെ പടക് ലക്ഷ്യമായി വന്നു. ഇന്ന് പകൽക്കാലം എല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് നാളെയെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല. ചിലർ പറയാറില്ലേ, അവൻ ജീവിതം എല്ലാം തീർന്നു. ഒരു സ്വപ്നമില്ല വാസേ, ഒരു സ്വപ്നമില്ല, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. ജനിച്ചതല്ലേ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കണം എന്ന് പറയുന്ന 100 കണക്കിന് പേരെ എനിക്കറിയാം. 100 കണക്കിന് വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. പക്ഷെ സ്നേഹത്തോടെ പറയട്ടെ, എല്ലാം ശൂന്യമാണേലും അനുഗമിക്കാൻ പറ്റിയൊരു ദൈവമുണ്ട്. അനുഗമിക്കാൻ പറ്റിയ ദൈവമുണ്ട്. നീ തേടിപ്പോകണ്ട, നിന്റെ അടുക്കൽ അവൻ ഇന്ന് പകൽ വന്നിട്ടുണ്ട്.
ഈ പ്രസംഗം കേൾക്കുമ്പോൾ നീ എവിടെ ഇരിക്കുന്നു അവിടെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഹാളിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നീ ആരെയും തേടിപ്പോണ്ട, ഒരു ദൈവത്തെ തേടിപ്പോകണ്ട. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിനകത്ത് ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തോട് പറ, കർത്താവേ ഞാൻ അങ്ങേ അനുഗമിക്ക, ഞാൻ അങ്ങേ അനുഗമിക്ക, അങ്ങേ ഞാൻ അനുഗമിക്ക എന്ന് പറഞ്ഞ നീ അനുഗമിക്കുന്നതിന് മുമ്പേ നിന്റെ കരം പിടിച്ച് നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ ഈ പകൽ എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിമോനോട് പറയുക, ശിമോനെ ഈ പടകൊന്ന് എനിക്ക് തരാമോ? ഇന്ന് പലരോടും ദൈവാത്മാവ് ചോദിക്കുക, ഒത്തിരി അധ്വാനിച്ചിട്ടും രക്ഷപ്പെടാത്ത നിന്റെ പടകില്ലേ? ഒത്തിരി അധ്വാനിച്ചിട്ടും ഒത്തിരി ചെയ്യാൻ നോക്കിയിട്ടും ഒരിഞ്ച് പോലും അനങ്ങാത്ത നിന്റെ പടകില്ലേ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നെത്തോലി പോലും കയറാത്ത നിന്റെ പടകില്ലേ? അമേ, ഒത്തിരി അധ്വാനിച്ചു, ജീവിതകാലം മുഴുവനും അധ്വാനിച്ചു, ഒരായുസ് മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു ലക്ഷ്യം കാണാത്ത പടകില്ലേ? ഇന്ന് പകൽക്കാലം പടക് നിന്റെ ജീവിതത്തെ കാണിക്കുന്നു. ഒരു അമയെ മറുകര എത്തിക്കത്തില്ലെന്നും സ്വപ്നം കാണാൻ ഒന്നുമില്ലാത്ത നിന്റെ ആ പടകില്ലേ? എൻ്റെ ദൈവം ഇന്ന് പകൽ നിന്റെ പടക് ചോദിക്കുക. ശൂന്യമായ നിന്റെ ജീവിതം ചോദിക്കുക, ശൂന്യമായ നിന്റെ മക്കളുടെ ഭാവി ചോദിക്കുക, ശൂന്യമായ നിന്റെ വിദ്യാഭ്യാസം ചോദിക്കുക. പാതി വഴി നിന്നുപോയ നിന്റെ വിദ്യാഭ്യാസം ഇല്ലേ? അതിനകത്ത് ഞാനൊന്ന് കയറട്ടെ, നിന്റെ കൂടാരത്തിനകത്ത് ഞാനൊന്ന് വരട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ എത്ര ശുശ്രൂഷിച്ചിട്ട് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഉയരാൻ കഴിയാത്ത നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഞാനൊന്ന് ഇന്ന് പകൽക്കാലം കയറട്ടെ. ഇന്ന് പകൽക്കാലം ഒരായുസ് മുഴുവന് നീ അധ്വാനിച്ചാലും ലഭിക്കാത്തത് ഇന്ന് പകൽ എൻ്റെ ദൈവം നിന്റെ പടകിൽ കയറിയോ നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടും. ആരുടെയൊക്കെ പടകിനകത്ത്, ആരുടെയൊക്കെ കുടുംബത്തിനകത്ത്, ആരുടെയൊക്കെ ഭാവിക്കകത്ത്, ആരുടെയൊക്കെ വിദ്യാഭ്യാസത്തിനകത്ത്, ആരുടെയൊക്കെ ശുശ്രൂഷയ്ക്കകത്ത് എൻ്റെ ദൈവം ഇന്ന് പകൽ കയറി വരികയോ. കൊലോസ്യ ലേഖനം പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഇന്ന് പകൽ നിന്റെ ഹൃദയ കവാടങ്ങൾക്കകത്ത് ഇന്ന് പകൽ എൻ്റെ ദൈവം പ്രവേശിച്ച ഒരു മന്ത്രവാദിക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല, ഒരു ആഭിചാരകന് നിന്നെ തകർക്കാൻ കഴിയില്ല, ഒരു ശത്രുവിന്റെ പദവികൾക്ക്. ഓ ശാബാരാബ കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ഈ പകൽ ചിലരുടെ പടകുകളെ എൻ്റെ ദൈവം ഇന്ന് പകൽക്കാല കയറുകയാണ്. ഈ പകൽക്കാല നിന്റെ ഹൃദയ കവാടങ്ങളുടെ മുൻപിൽ എൻ്റെ ദൈവം മുട്ടുകയാണ്. ഞാൻ വാതിൽക്കൽ മുമ്പ് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറമാ, ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞവർ ഇന്ന് പകൽ നിന്റെ ജീവിതമാകുന്ന പടകിന്റെ വാതിൽക്കൽ എൻ്റെ ദൈവം വന്ന് നിൽക്കുന്നുണ്ട്. ദൈവം ചോദിക്കുന്നു, ഇന്ന് പകൽ നീന്റെ പടകൊന്ന് തരാമോ? നീ പരാജയമെന്ന് പറഞ്ഞത് നിന്റെ കുടുംബക്കാർ നിന്റെ പടക് പരാജയമെന്ന് പറഞ്ഞില്ലേ? ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തെ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് കൊടുക്കാമോ? ഇന്ന് പകൽ ഞങ്ങളുടെ ഹൃദയമാകുന്ന, ഞങ്ങളുടെ ജീവിതമാകുന്ന, ഞങ്ങളുടെ ഭാവിയാകുന്ന, ഞങ്ങളുടെ ഉയർച്ചകൾ, ഓ ശവരകൽക്കവ ഇന്ന് അനുഭവിക്കുന്ന സകല ശൂന്യതകൾ അങ്ങയുടെ കരങ്ങളിൽ തരികയപ്പ, അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. ഓ ശബരബലഘടകധര ഇന്ന് പകൽക്കാല നിറയ്ക്കുന്നവന്റെ നിറവ് ഈ പകൽ വെളിപ്പെടട്ട്. ഞങ്ങളുടെ ആലയത്തിന്റെ സകല ശൂന്യതകൾ മാറട്ടെ. ഈ ചെയറുകളെല്ലാം ഫില്ലാകട്ടെ. ലോകരാജ്യങ്ങളിൽ നിന്ന് ഓ വ്യക്തി ജീവിതങ്ങൾ ഇവിടെ ഒരു ദൈവ പ്രവൃത്തിയുള്ള മറിഞ്ഞ് ഓ കയറി വരത്തക്ക നിലവാരത്തിൽ വലിയ സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങൾ വെളിപ്പെടത്തക്ക നിലവാരത്തിൽ ഞങ്ങളുടെ പേര് ഉയരാനല്ല, ഞങ്ങളുടെ പേര് പട്ടോട്ടിൽ വരാനല്ല, ഇന്ന് പകൽക്കാല ദൈവിക ദൗത്യ ഈ തലമുറയിൽ ഞങ്ങളിലോ
ദൈവമാരമറിയാത്ത ജാതികളായ നൂറുകണക്കിന് പേർ 10,000 പേർ തൊടപ്പെടും ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടട്ടെ കൂട്ടമായ പട്ടണത്തിനകത്ത് ദൈവപ്രവൃത്തിയുടെ ഫലങ്ങൾ വെളിപ്പെടട്ടെ. ഈ പകൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആഴത്തിലുള്ള ദൈവപ്രവൃത്തിയുടെ ചലനങ്ങൾ ഇന്ന് പകൽ ശൂന്യമായി പോയ നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ തിരിക്കുന്ന ദൈവപ്രവൃത്തികൾ. Shabaraba Artabala Vikamana Rivarade Ribanavache Chinamanande Tiradara Vikamdere Tinantara Vikaleke Rimananda ചില പടകുകൾ ഇന്ന് പകൽക്കാലം ദൈവം കയറുകയാ. ചില ഭവനങ്ങൾക്കകത്ത് ദൈവം പ്രവേശിക്കുക. സത്യദൈവത്തെ അറിയാത്ത ഇരുളുമൂടിയ ഒരു പ്രതീക്ഷയുമില്ലാത്ത ചില കൂടാരങ്ങൾക്കകത്ത് സുവിശേഷത്തിന്റെ വെള്ളി വെളിച്ചം. ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞത് സാക്ഷാൽ വെളിച്ചമായവ് ഈ പകൽ പ്രവേശിക്കട്ടെ. വിവിധ പാതക്കാരുടെ മുൻപിൽ, വിവിധ രാജ്യക്കാരുടെ മുൻപിൽ, വിവിധ കോണ്ടിനെന്റുകളിൽ ഈ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ ചലനങ്ങൾ സംഭവിക്കട്ടെ. ചലിക്കുന്നു കേട്ടോ ചില ദൈവപ്രവൃത്തി. ഇവിടെ ചലനങ്ങൾ ചലിക്കുന്നു. ശൂന്യമായ പടകുകൾ ഇന്ന് പകൽ ദൈവരാജ്യത്തിനു വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കത്തക്ക നിലവാരത്തിൽ നിന്റെ ജീവിതമാകുന്ന പടക ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കത്തക്ക നിലവാരത്തിൽ ചിലവിന്റെ അകത്ത് രൂപാന്തരത്തിന്റെ വിത്തുകൾ വീഴുന്നു, ചിലവിന്റെ അകത്ത് മടങ്ങി വരവിന്റെ വിത്തുകൾ വീഴുന്നു. ഈ പകൽ ദൈവപ്രവൃത്തിയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തിയുടെ തീ വീഴട്ടെ. അർഹതയില്ലാത്ത ഉയർച്ചകൾ, അർഹതയില്ലാത്ത മാന്യതകൾ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ പട്ടണം തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ചില ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ ശാബാരാബ തീ പോലെ ശരീരങ്ങൾ പോലെ തിരിച്ചറിയുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം. റിഖാമാന മാഗ്നിയൻ മൈക് റിഖാമാനാരകൾ ഖബ റിബാനദരകൾ ഖമ മോൾഡസ്ലോ റിഖാമാനദേ ഖമാന ശൈരേഖേ റിബാരാബ ശാരാദാര ശരവൈഡബരഗബേ പുറവൈഡബരഗബേ ശാരാദാര ത്വരഖമേനെ ആരക്ഷാനിഖ തരാമരാമ സ്ഥലം മറന്നു, പരിമിതികളെ മറന്നു. തിലവിന ദൈവത്തോടൊട്ട് തീ 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 ഉറഖമാനാദാരാദാര. ചില കുടുംബങ്ങളെ ഞങ്ങൾ ഈ പട്ടണത്തിനകത്ത് അവകാശം പറയുകയാ. ഇവിടെ 20 കിലോമീറ്ററിൽ ചുറ്റളവിനകത്തുള്ള ചില കുടുംബങ്ങൾ ദൈവം തൊടട്ടെ. ദൈവത്തിന്റെ പ്രവർത്തിയുടെ കരം തൊടട്ടെ. ഈ പകൽ ശൂന്യമായി പോയ പ്രതീക്ഷയറ്റ ആത്മഹത്യ മാത്രം വഴിയുള്ള രോഗികളായി ഭാരപ്പെടുന്ന ജീവിതം അവസാനിക്കണമെന്ന് പദ്ധതിയിടുന്ന ചില കൂടാരങ്ങൾക്കകത്ത് സുവിശേഷത്തിന്റെ വെള്ളി വെളിച്ചം വെളിപ്പെടട്ടെ. അവരുടെ പടക് തേടി ഈ പകൽ സുവിശേഷമെ തൊട്ട് അവരുടെ പടക് തേടി എന്റെ യേശു കയറി. ഈ ഹോള് നിറയെ ദൈവ സാന്നിധ്യം,
ദൂതന്മാർ ഇറങ്ങുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. അസാധ്യമെന്ന് പറഞ്ഞ ഇതുവരെയും കയറാത്ത ചില മീന്, ഇതുവരെ കയറാത്ത ചില വിശ്വാസികൾ, ഇതുവരെ കയറാത്ത ചില കുടുംബങ്ങൾ കയറത്തക്ക നിലവാരത്തിൽ ദൈവത്തിലവനോട് ഇടപെടുക. Come on, Rimono Sharala Gedaga, Rigala Gatera Galeguri, Rimana Delegara, Rigala de Regale, Shaladara, Vigamana, Vira de Regame, Alcore de Lechebe, Rinda Lachave Kame, Vita Lacha Ricada, Rimana de Ricamana, Dara, So Recamana, Dara, Rita Lacha Recama, Artale de Lacona, Rimana de Ricamana. Oh, Sharade, Rigala Garagamana, Sarabala Dara, Rikamana Dara. Oh, Shabarada, Shabarabalagada, Rikamana Dara, Sabarnama Yerdi Vasanitio. ഞാൻ വിശ്വസിക്കുന്നു, ഒഴിഞ്ഞു പോയ ചില പടകുകളെ തേടി എൻ്റെ ദൈവം ഇറങ്ങുക. ഈ പട്ടണത്തിനകത്ത് പ്രതീക്ഷയറ്റ് സ്വപ്നങ്ങൾ നിലച്ച് ഇനി മരണം മാത്രം മുന്നിൽ കാണുന്ന ചില കൂടാരത്തിനകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ, ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഈ മലകളിൽ ദൈവസ്നേഹം അനുഭവിച്ച ഇന്ന് പിന്മാറിപ്പോയ ചില പടകുകൾ എൻ്റെ ദൈവത്തിലേക്ക് അടുത്തു വരുന്ന, ദൈവിക പ്രത്യാശയിലേക്ക് അടുത്തു വരുന്ന ശിവനോട് പറയുക, ശിവനെ ആ പടകൊന്നും എനിക്ക് വേണ്ട. അവരെല്ലാം ശൂന്യമായിട്ടാ തിരിച്ചു വന്നേ, പക്ഷെ നിന്റെ പടക് എനിക്കൊന്ന് തരാമോ? അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ പ്രിയരെ നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നേ? ഈ സന്ധ്യയോടടുക്കുന്ന സമയത്ത് നാം ഇതിനകത്തിരിക്കുന്നേ. എല്ലാം പ്രതീക്ഷയറ്റ് ഏതോ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നപ്പോൾ, എല്ലാം പ്രതീക്ഷയറ്റ് ജീവിതം തകർന്നു കളയാമെന്ന് കരുതിയിരുന്ന സാഹചര്യത്തിൽ എല്ലാ പ്രതീക്ഷയും അവസാനിച്ച് നാളെ എന്താകുമെന്നറിയാതെ ചോദ്യചിഹ്നങ്ങൾ മാത്രമായി നിന്നപ്പോ, ആ പടക് തേടി വന്നപ്പോ, നിന്റെ പടക് എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചപ്പോ കൊടുത്തത് കൊണ്ടല്ലേ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നേ? നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ അത്? നിന്റെ പടകിൽ എൻ്റെ അരിമനാഥം കയറിയത്, നിന്റെ ആ ചെറിയ പടകിനകത്ത് എൻ്റെ അരിമനാഥം കയറിയത്. വലിയ വലിയ കപ്പലുകൾ ഉണ്ടായിട്ട്, വലിയ വലിയ മനോഹരമായ പടകുകൾ ഉണ്ടായിട്ട് അതൊന്നും വേണ്ടെന്ന് വെച്ച് നിന്റെ ആ കുഞ്ഞു പടകിനകത്ത് കയറിയില്ലേ? ആർക്കും വേണ്ടാത്ത ചെറ്റപ്പുരക്കകത്ത് എൻ്റെ ദൈവം വന്നില്ലേ? നിന്റെ കൂടാരത്തിൻ്റെ മാപനായ എൻ്റെ ദൈവം കയറി വന്നില്ലേ? അതിൽ പരപ്പാകി പൂപ്പരപ്പുലമ്പാ ഉള്ളേ, അതിൽ പരം അമേ സൗഭാഗ്യം എന്താ ഉള്ളേ? ഇന്ന് പകൽക്കാലം നമ്മുടെ പടകിൻ്റെ സൗന്ദര്യം നോക്കിയെങ്കിൽ നമ്മൾ ഇതിനകത്ത് കാണില്ല. നമ്മുടെ പടകിൻ്റെ മേന്മ നോക്കിയെങ്കിൽ നമ്മൾ ഇതിനകത്ത് കാണില്ല. നമ്മുടെ പടകിൻ്റെ വിദ്യാഭ്യാസം നോക്കിയെങ്കിൽ നമ്മൾ ഇതിനകത്ത് കാണില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലോകപരമായി എന്തെങ്കിലും മനുഷ്യൻ നോക്കുന്ന ക്വാളിഫിക്കേഷനുകൾ ദൈവം നോക്കിയെങ്കിൽ നമ്മൾ ഇന്ന് പകൽ ഇതിനകത്ത് കാണില്ല. ഇതിനകത്തിരിക്കുന്നില്ലേ? അതിൻ്റെ പേരാണ് കൃപ, അതിൻ്റെ പേരാണ് കൃപ. അർഹതയില്ലാത്ത ദാനം. ഈ ദൈവത്തെ അറിഞ്ഞത്, ഈ ദൈവത്തെ പ്രസംഗിക്കുന്നത്, ഈ ദൈവത്തെ പാടുന്നത്, ഈ ദൈവത്തെ ആരാധിക്കുന്നത്, ഇതറിയാനും ഇത് ആരാധിക്കാനും ആളില്ലാഞ്ഞിട്ടല്ല കുഞ്ഞ്. അവർക്ക് കിട്ടാത്ത വെളിപ്പാടെൻ്റെ ദൈവം നിന്റെ കൂടാരത്തിൽ വന്ന് നിനക്ക് തുറമുമമ്മ. ആ ഭാഗ്യമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ
സമ്പന്നന്മാരെയാണ് എൻ്റെ ദൈവം തേടി വന്നെങ്കിൽ, അവിടെ പടകാണ് തേടി വന്നെങ്കിൽ, ഇന്ന് ബിൽ ഗേറ്റ്സോ ടാറ്റയോ അംബാനിയോ അദാനിയൊക്കെ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചനെ അല്ലേ? ഇല്ലേ? ഇല്ലേ? പക്ഷെ ഇന്ന് പകൽക്കാലം അവൻ തേടി വന്നത് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ. ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം നമ്മെ തിരഞ്ഞെടുത്ത സ്നേഹം വലുതാ. നമ്മുടെ പടകിനെ തിരഞ്ഞെടുത്ത സ്നേഹം വലുതാ. അർഹതയില്ല. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ട ഇടയ്ക്കൊക്കെ ചിന്തിക്കും, അയ്യോ നമ്മൾ ആരോ ആണെന്ന്. ഒന്നുമല്ല പറയരെ, അവൻ സ്നേഹിച്ച സ്നേഹമാണ് നമ്മെ ഇന്ന് പകൽ എന്തൊക്കെ ആക്കിയത്. ഹല്ലേലൂയ. We are not at all worthy, but our God made us worthy. നമുക്കൊരിക്കലും ഒരു യോഗ്യതയില്ല, പക്ഷെ അവൻ നമ്മെ യോഗ്യരാക്കി തീർത്തു. ഹല്ലേലൂയ. ശിമോനോട് ചോദിച്ചു, ശിമോനെ നിന്റെ പടകൊന്ന് തരാമോ? ശിമോൻ പറഞ്ഞു, കർത്താവേ നാഥാ എൻ്റെ പടകെടുത്തോ. ശ്രദ്ധിച്ചു കേട്ടെ, പടകിനകത്ത് കയറി നിന്ന് എൻ്റെ അരിമനാഥൻ കരയിൽ നിന്ന് ജനത്തോട് പ്രസംഗിച്ചു. ഒരുറപ്പ് ഞാൻ പറയാം, മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ചില്ലേലും, ഇന്ന് പകൽ കേട്ടോ, നീ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചില്ലേലും അനുസരിക്കാൻ പ്രകൃതി റെഡിയാണ്. കടൽക്കരയിൽ കൂടി നിന്ന മനുഷ്യരാരും അവൻ്റെ വാക്കനുസരിച്ചില്ല. അവൻ്റെ വാക്കിന് പ്രതികരിച്ചതായി വചനം പറയുന്നില്ല. പക്ഷേ അവൻ്റെ വാക്ക് കേട്ട് ഒരു കൂട്ടം മത്സ്യം പടകിൻ്റെ തീഴെ കടലിൻ്റെ അടിത്തട്ടിൽ അവൻ്റെ വാക്കനുസരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സ്നേഹിത, നിനക്ക് നഷ്ടമായാൽ നീ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നിനക്കാ നഷ്ടം. ഹലോ, നീ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നിനക്കാ നഷ്ടം. നിന്റെ കൂടാരത്തിനകത്ത് നീ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നിനക്കാ നഷ്ടം. ഒരിക്കലും ചിന്തിക്കരുത് സബീം പാസ്റ്റർക്ക് നഷ്ടമുണ്ടെന്ന്. എനിക്കൊരു നഷ്ടവും ഇല്ല. ഇടയ്ക്കൊക്കെ സങ്കടമൊക്കെ വരും, അതൊക്കെ സത്യം, അത് മാനുഷികമാണ്. പക്ഷേ നഷ്ടം നിനക്കാ, നഷ്ടം നിനക്കാ. എന്തേലും വന്നിട്ട് ദൈവം അടിച്ചിട്ട് എന്തേലും പ്രതികൂലം വന്ന് നീ തകർന്നു പോയിട്ട് ഇരുന്ന് കരയുന്നതിനേക്കാൾ നല്ലത് അനുസരിക്കേണ്ട സമയത്ത് അനുസരിക്കുക. വചനം പറയുന്നു, അവനെ കണ്ടെത്താവുന്ന സമയത്ത് അവൻ അടുത്തിരിക്കുമ്പോൾ, അതിന് നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ കണ്ടെത്താൻ പോകുമ്പോൾ ദൈവം വിദൂരതയിലേക്ക് പോകും. ഇന്ന് പകൽ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ അന്വേഷിക്കുക, അവനോട് നിലവിളിക്കേണ്ട സമയത്ത് നിലവിളിക്കുക. ഇന്ന് പകൽ സ്നേഹിത, മനുഷ്യ, നീ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ, നീ സൃഷ്ടിതാവിൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ, സൃഷ്ടിതാവിൻ്റെ വാക്കനുസരിക്കുക. അവൻ്റെ ദൗത്യത്തിന് വില കൊടുക്കുക, അവൻ്റെ വിഷന് വില കൊടുക്കുക. ഒരു കൂട്ടം പ്രകൃതിയിലെ അവൻ്റെ സൃഷ്ടികൾ തയ്യാറാണ്. ഞാനെപ്പോഴും പറയും, മനുഷ്യ, നീ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ കഴുത പോലും ആമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുതേരത്ര പോലും ബോധം ചിലതിന് ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ബിലയാമ കഴുതേരെ പുറത്ത് കയറി ഇരുന്നിട്ട് പറയാ, എടാ കഴുതേ, ഹലോ പോട്ടെ, എടാ നീ എന്തിനാ? ബിലയാം അടിക്കുകയാണ്. കഴുത അവസാനം സഹിയിട്ടിട്ട് പറയുക, എടാ ബിലേഹാമേ, നിന്റെ ആത്മീക കണ്ണൊക്കെ പോയോ? എൻ്റെ മുമ്പിൽ ദൂതൻ നിൽക്കുന്നത് നീ കാണുന്നില്ലേ? ഇന്നലെ നീ പ്രവചിച്ചവനല്ലേ? ഇന്നലെ നീ വെളിപ്പാട് പറഞ്ഞവനല്ലേ? ദൈവ വഴി വിട്ടുപോയ ദൈവം തന്ന ദൈവിക വെളിപ്പാട് തിരിച്ചറിയുക, അവൻ എടുക്കും. നീ അനുസരണക്കേട് കാണിച്ച ദൈവം നിന്നെ അടിക്കുക. പക്ഷെ എനിക്ക് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ കഴിയില്ല. എൻ്റെ മുൻപിൽ ദൈവത്തിന്റെ ദൂതനുണ്ട്. ഹലോ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആരാ? രാജ്യങ്ങളോട് പ്രവചിക്കുന്ന ബിലിയാം എന്ന ശക്തനായ പ്രവാചകൻ അനുസരിച്ചില്ലെങ്കിൽ കഴുത അനുസരിക്കുമെന്ന്. പിന്നെ സാധാരണക്കാരുടെ കാര്യം വല്ലതും പറയണോ? ഇന്ന് പകൽ കേട്ടോ, നീ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ കഴുത എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. വചനം പറയുന്നു, ജോനെ, നീ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചില്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിൽ നീന്തി തുടിക്കുന്ന മത്സ്യം എൻ്റെ വാക്ക് കേൾക്കാം. ഹലോ, നമ്മളെയൊക്കെ ചിന്ത,
അയ്യോ ദൈവത്തെ അനുസരിക്കാതെ അങ്ങ് പോയടാ, നീ അനുസരിച്ച് പ്രകൃതി ദൈവത്തെ അനുസരിക്കും. നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് അഭിമാത്ര സബ്ജക്റ്റ് ഉണ്ട്. ഹലോ, ഒരിക്കൽ പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസ് എഴുന്നേക്ക്, നീ ടാക്സ് അടച്ചില്ലെന്നല്ലേ നിൻ്റെ സങ്കടം, നീ എഴുന്നേറ്റ് കടലിൽ പോയി ഒന്ന് മത്സ്യത്തെ ഒന്ന് പിടിക്കുന്ന മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ചതുർബ്രഹ്മ പണമുണ്ട്, നിനക്കും ടാക്സ് അട എനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വാക്കനുസരിക്കൽ കടലിൻ്റെ അടിത്തട്ടിലൂടെ പോകുന്ന മത്സ്യം പോലും തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം കേട്ടോ, ഉറച്ചു നിന്നാൽ ശ്വാസമായ നമ്മൾ കൃത്യം 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിനകത്ത് ജീർണിച്ച സ്മെല്ലുകൾ വന്നു തുടങ്ങും. നമ്മുടെ കോശങ്ങൾ മുഴുവന് ചലനം നഷ്ടപ്പെട്ട് അതിനകത്തുനിന്നില്ല പുഴു പുറത്തു വരാൻ തുടങ്ങുക. 48 കഴിഞ്ഞ നമ്മുടെ ശരീരത്തിനകത്തുള്ള നെർവുകളെല്ലാം പതുക്കെ പൊട്ടിത്തുടങ്ങും. ഇന്ന് പകൽക്കാലം മനുഷ്യ, നീ ഉറച്ചു നിന്നാൽ ശ്വാസമാണ്. നീ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രകൃതി എന്റെ സൃഷ്ടാവിനെ അനുസരിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കറതുയർത്ത സുവിശേഷം പ്രസംഗിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കാത്തത് പഠിച്ചോളം. കേൾക്കാത്തത് ചിലരൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ ചിലരൊക്കെ വന്ന് എൻ്റെ അടുത്ത് എങ്ങനെ പറയുമെന്ന് കരുതി നിൽക്കുക. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവത്തെ അനുസരിക്കേണ്ട ഒരു സമയമുണ്ട്, ദൈവത്തെ അന്വേഷിക്കേണ്ട ഒരു സമയമുണ്ട്, ദൈവം കൂടെ ഇരിക്കുന്ന ഒരു സമയമുണ്ട്, ദൈവം നിൻ്റെ പടകിൽ കയറി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തെ വിട്ടോടരുത്. നമ്മെ സഹായിക്കാൻ ഉലകത്തിൽ വേറെ ആരും കാണത്തില്ല. നമ്മളൊന്നുമില്ലാതെ തകർന്നു പോകും പ്രിയരെ. ഇന്ന് പകൽക്കാലം പടകവൻ കൊടുത്തു. പടക് പ്രസംഗിച്ചപ്പോൾ മനുഷ്യരാരും തിരിഞ്ഞു നോക്കിയില്ല, പക്ഷെ മത്സ്യങ്ങൾ അവൻ്റെ വാക്ക് കേട്ടു. വചനം അടുത്തിങ്ങനെയാണ് പറയുന്നത്. കരയിലിറങ്ങി ശീമോനോട് പറഞ്ഞു, ശീമോനെ, നീ പടകെടുത്തുകൊണ്ട് പോ, ആഴത്തിലേക്ക് നീ ഒന്ന് വല വീശ. അപ്പോൾ ശീമോൻ പറയുന്നത് ഇങ്ങനെയാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാ, എൻ്റെ മുൻപിൽ ഒന്നും കാണുന്നില്ലേലോ, നിന്റെ വാക്കിന് ഞാൻ വലയിറങ്ങാ. ഇന്ന് പകൽ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? എൻ്റെ മുൻപിലെല്ലാം പരാജയമാണ്, ഒരു പ്രതീക്ഷയുടെ കിരണങ്ങളും എൻ്റെ മുൻപിലില്ല. പക്ഷെ എൻ്റെ യേശു പറഞ്ഞ ഞാൻ സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെന്ന്. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് തീരുമാനത്തോടെ സ്റ്റെപ്പ് വച്ച ഇന്ന് പകൽക്കാലം ഉലകത്തിൽ ആരുടെയും വലയിൽ കയറിയിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ട നിന്റെ പടകിനകത്ത് കയറ്, നിന്റെ സഭയ്ക്കകത്ത് കയറ്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് കയറ്, നിന്റെ ഭാവിക്കകത്ത് വെളിപ്പെട്, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്. ആർ യു റെഡി ടു റിസീവ്? ഈ പകലത് ഏറ്റെടുത്ത് അർഹതയില്ലാത്ത ഒരു യോഗ്യതയില്ല. ചിലവ് നേടിയെടുക്കാൻ ഒരു യോഗ്യതയില്ല, ഉയർച്ചകൾ നേടാൻ ഒരു യോഗ്യതയില്ല, ആ രീതിയിൽ എത്തപ്പെടാൻ ഒരു യോഗ്യതയില്ല. പക്ഷെ എൻ്റെ ദൈവം ചിലവിനെ ലിഫ്റ്റ് ചെയ്യുക. ചിലവിന് വേണ്ടി ചില ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം തുറന്നു കൊടുക്കുക. യഹോവ ജയറേ, അവൻ കരുതുന്നവനാണെന്ന് നിന്റെ ജീവിതത്തിനകത്ത് തെളിയിക്കുമോ? ഞാൻ വിശ്വസിക്കുന്നു മറ്റാരുടെയും വലയിൽ കയറാത്ത ചില പെരുത്ത മീൻകുട്ട തിരുവനന്തപുരം പട്ടണത്ത് ശക്തന്മാർ ഈ ആലയത്തിനകത്ത് കയറി വരട്ടെ. വിദ്യാസമ്പന്നന്മാർ ദൈവരാജ്യത്തിനകത്ത് കയറി വരട്ടെ. ഈ പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണ്. ലോകത്തിന് വേണ്ടാത്ത പ്രതീക്ഷയറ്റ ചിലവ് ഈ പട്ടണത്തിനകത്തുനിന്ന് ദൈവം കരമടിച്ചു വായ്കളെ തുറന്ന് ഈ പകൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റുന്നു. അർഹതയില്ലാത്ത ചില മീൻകൂട്ടം നിന്റെ വലകീറുമാർ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ തിരുവനന്തപുരം പട്ടണത്തിന്
20 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ശക്തന്മാർ ഈ ആലയത്തിൽ വന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ചിലർ സ്നാനജലത്തിലിറങ്ങട്ടെ. ദൈവകൃപയെ, ഓ ദൈവ സാന്നിധ്യത്തെ, ഓ ആസ്വദിക്കട്ടെ. നിത്യതയിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ചില ദൈവ പ്രവർത്തിയുടെ ആഴങ്ങൾ ഈ പകൽ വെളിപ്പെടട്ടെ, ഈ പകൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ സകല ശുശ്രൂഷകന്മാരെയോ ഞങ്ങളുടെ സകല ശുശ്രൂഷകളെയോ ഈ പകൽ ഏൽപ്പിക്കുകയാണ്. ഇതുവരെയോ കയറിയിട്ടില്ലാത്ത ചില മീൻകൂട്ടങ്ങൾ, ചില ദൈവ പ്രവർത്തിയുടെ ആഴങ്ങൾ പ്രിയരെ, ദൈവം പറഞ്ഞ വാക്കനുസരിച്ചാൽ ഇതുവരെ കാണാത്ത നിന്റെ കണ്ണുകൊണ്ട് കാണും. 2024 അവസാന ദിവസങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ദൂത് പറയാം. വിശ്വസിച്ച് ദൈവം പറയുന്നത് നീ അനുസരിച്ച് ജീവിച്ചാൽ എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത സൗഭാഗ്യം നിന്നിൽ വെളിപ്പെടും. നിന്റെ തലമുറയുടെ ഭാവിയിൽ വെളിപ്പെടും. നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടും. നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഇന്ന് പകൽ കാരണം വാക്ക് പറഞ്ഞത് മനുഷ്യനല്ല, വാക്ക് പറഞ്ഞത് ദൈവമാണെങ്കിൽ അവൻ ചിലത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, വല കീറുമാറ് എന്ന് പറഞ്ഞിട്ട്, വല കീറുമാറ് പെരുത്ത മീൻകൂട്ടം. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കും. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിറങ്ങിയതാണ്, ശൂന്യതയിൽ തുറന്നതാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം അസാധാരണമായൊരു പ്രതീക്ഷ, ഒരു പ്രത്യാശയോട് ഒരു ആത്മനിർഭരം ഞാൻ പറയാ. ചില കൂട്ടമായി ഇതിനകത്ത് കയറി വരും. കൂട്ടം കൂട്ടമായി കയറി വരും. വല കീറുമാറായപ്പോ ശീമോനോട് പറഞ്ഞു, ശീമോനെ ഇത് നിന്റെ വല കീറും. അപ്പോ എന്ത് ചെയ്തു ശീമോൻ? അടുത്തുള്ള പടകുകളെ വിളിച്ചോ. ചില മീനുകളെ മറ്റു പടകിലേക്ക് കൊടുത്തു. എന്നോട് ദൈവം പറയുന്നു, തിരുവനന്തപുരം പട്ടണത്തിൽ ആത്മാക്കളുടെ ഒരു ഒഴുക്കുണ്ടാകുക. അത് മുഖാന്തര ചിലവിനെ പിടിച്ചു ബ്രാഞ്ചുകൾ തുടങ്ങത്തക്ക, ബ്രാഞ്ച് സഭകൾ തുടങ്ങത്തക്ക രീതിയിൽ ബ്രാഞ്ച് സഭകൾ, ശക്തന്മാരായ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരത്തക്ക. എന്റെ പ്രാർത്ഥനാ മുറിയിൽ വ്യക്തമായി ദൈവാത്മാവ് ഇടപെട്ടതാ. അഭിഷിക്തന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. പിന്നെ ശുശ്രൂഷയ്ക്കകത്ത് വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടും. ബ്രാഞ്ചുകൾ പോലെ രൂപീകരിക്കത്തക്ക ശാരദാര ധീരവാര ശാരവാര ഘടകധാര. വിശ്വാസത്തോടെ ആമേൻ പറ, ആമേൻ പറ. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. ആമേൻ, ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശീമോനെ വിളിച്ചിട്ട് പറയുക, ശീമോനെ വരുന്നുണ്ടോ, വരുന്നുണ്ടോ, എന്നെ അനുഗമിക്കുക എന്ന് പകൽ. എൻ്റെ ഒരു ചോദ്യം, ഇത്രയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത മീൻകൂട്ടം കണ്ടു നിൽക്കുമ്പോൾ, കണ്ണൊക്കെ മഞ്ഞളിച്ച് നിൽക്കുമ്പോൾ ശീമോനോട് ചോദിക്കുക, ഇത് വേണോ, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? ശീമോൻ്റെ ധൈര്യം കണ്ടോ? നമ്മളെ പല വിശ്വാസികളും മീനും പിടിച്ചുകൊണ്ടിരിക്കും, മീനും പിടിച്ചുകൊണ്ട് ഇരിക്കും. അടുത്ത ആഴ്ചയോട്ട് പള്ളിയിലും കാണത്തില്ല, ദൈവത്തിൻ്റെ കൂടെ കിട്ടിയല്ലോ, ഒരായുസ് മുഴുവനുള്ളതെല്ലാം കിട്ടി അല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ വചനം പറയുന്നു, ശീമോൻ ആ വാക്ക് കേൾക്കുന്നതിന് മുമ്പ്, ശീമോൻ ആ വാക്ക് കേട്ടതും വചനം പറയുന്നു, പടകും വലയും വിട്ടേച്ച്
എൻ്റെ യേശുവിൻ്റെ കൂടെ പോയി. എംബിനാശി മോനെ, ഇത്രയും നല്ല നന്മ കിട്ടിയിട്ടും ഈ നന്മ വേണ്ടെന്ന് വച്ചിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോയത്. അവൻ പറയും, ഞാൻ നന്മ നോക്കിയല്ല ഇറങ്ങിയത്, നന്മയെ സൃഷ്ടിച്ച ദൈവത്തെ നോക്കിയാണ് ഇറങ്ങിയത്. ഞാൻ സൃഷ്ടിയെ കണ്ടല്ല ഇറങ്ങിയത്, ഞാൻ സൃഷ്ടാവിനെ നോക്കിയാണ് ഇറങ്ങിയത്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരു പക്ഷെ വീടുണ്ടായിരിക്കാം, വാഹനമുണ്ടായിരിക്കാം, ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നായിരിക്കാം. പക്ഷെ അതൊന്നും ദൈവത്തെ അനുഗമിക്കാൻ ഒരു തടസ്സമാകരുത്. അതൊന്നും ദൈവത്തെ ആരാധിക്കാൻ ഒരു തടസ്സമാകരുത്. നിങ്ങളുടെ നന്മകൾ ദൈവത്തെ സ്തുതിക്കാൻ ഒരു തടസ്സമാകരുത്. പലരും പറയാറുണ്ട്, പാസ്റ്ററേ ഇന്നത്തെ അവസ്ഥയൊക്കെ മാറി, ഇന്നത്തെ സ്ഥിതിയൊക്കെ മാറി, പണ്ടായിരുന്നെങ്കിൽ ദൈവത്തെ ആരാധിക്കാനൊക്കെ സമയമുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് പലപ്പോഴും ആരാധനയ്ക്ക് പോലും വരാൻ പറ്റുന്നില്ല. ദൈവം സ്ഥിതി മാറ്റിയപ്പോൾ ആരാധന മറന്നു. പക്ഷെ ഞാൻ എന്ന് ആത്മമറിവിൽ പറയാ, എത്രത്തോളം ദൈവം ഉയർത്തിയാലും നന്മയെ നോക്കരുത്. നന്മയുടെ ദാതാവിനെ നോക്കി അവനെ ആരാധിക്കേണ്ടവണ്ണം ആരാധിക്കണം. ഈ നന്മ താൽക്കാലികമാണ്. ഇതൊന്നല്ലെങ്കിൽ നാളെ നഷ്ടമാകാം. പക്ഷെ സൃഷ്ടിതാവ് കൂടെ ഉണ്ടെങ്കിൽ നന്മയും കരുണയും. ഞാൻ യഹോവയുടെ ആലയത്തിൽ, ആ നന്മ ദീർഘകാലമുള്ള നന്മയാ. ഈ നന്മ നോക്കിപ്പോയാൽ ഇത് താൽക്കാലികമായ നന്മയാ. ഇതിൻ്റെ പിന്നാലെ പോകരുത്, നിത്യമായത് പ്രതീക്ഷിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ പറഞ്ഞപ്പോഴാ പറഞ്ഞേ, ഫോളോ മീ, ഐ വിൽ മേക്ക് യു. അപ്പോൾ അതാണ് നിന്ന് പ്രസംഗിക്കണം. എൻ്റെ മുമ്പിൽ സമയമില്ല. പ്രിയരെ, ദൈവത്തെ അനുഗമിച്ചാൽ, ദൈവത്തെ അനുഗമിക്കാമെന്ന് തീരുമാനമെടുത്താൽ ദൈവം നിന്നെ പണിയും. ദൈവം നിന്നെ പണിയും. ഹി വിൽ മേക്ക് യു. അവൻ നിന്നെ പണിയും. നമ്മളെങ്ങനെയാണ് ആഹാരമുണ്ടാക്കുന്നത്? അവൻ കൊല്ലൻ എങ്ങനെയാണോ ആയുധമുണ്ടാക്കുന്നത്? കുശവൻ എങ്ങനെയാണ് കളിമണ്ണിനകത്തൊരു പാത്രം മെനയുന്നത്? അതുപോലെ ദൈവം പണിയും. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയട്ടെ, ദൈവം പണിയാത്തവരെ ദൈവം ഉപയോഗിച്ചിട്ടില്ല. പണിയാത്തവരെ ദൈവം ഉപയോഗിച്ചിട്ടില്ല. ദൈവം പണിതു. പത്രോസിനെ 3.5 കൊല്ലം അവൻ്റെ ശിഷ്യനാക്കി നിർത്തി ദൈവം പണിതു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽക്കാല ദൈവരാജ്യത്തിൽ ശിഷ്യന്മാർക്കൊന്നും ഇപ്പം പഴയതുപോലെ ആഗ്രഹം. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ബൈബിൾ കോളേജൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് എവിടെ പാസ്സായി? പോവുന്നല്ല, ഇരിക്കുവെന്ന. ഇന്ന് പകൽക്കാലം ഒരു ശിഷ്യനാകണമെങ്കിൽ നിന്റെ മുൻപിൽ ഒരു പണിയുണ്ട്. ദൈവം വച്ചിരിക്കുന്ന ഒരു പണിയുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, ഇന്നും ഇടയ്ക്കൊക്കെ ഞാൻ ശിഷ്യനാണ്. കഴിഞ്ഞ 10 വർഷമായി ദൈവത്തെ പ്രസംഗിക്കുന്നു. 10ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. ഇന്നും ഞാൻ ചാടി പോകാറില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കീഴ്പ്പെടേണ്ടടുത്ത് കീഴ്പ്പെട്ടേ ഞാൻ നിൽക്കാറുള്ളൂ. ഇന്ന് പകൽക്കാലം ശിഷ്യത്വം നല്ലതാണ്. അത് നിന്നെ പണിത് വലിയ ദൈവപ്രവൃത്തിയിലേക്ക് എത്തിക്കും. ശിമോനോട് പറയുന്നു, ഐ വിൽ മേക്ക് യു. ഞാൻ നിന്നെ പണിയാം. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന ആ നല്ല കാലത്തെ നിനക്ക് സ്വപ്നം കാണണമെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിൽ നീ പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. പഠിച്ച് സ്വന്തമായി പണിയാമെന്ന് ചിന്തിക്കരുത്. ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല, ഒരു പരിപാടി നടക്കത്തില്ല. ഇതെല്ലാം ദൈവകൃപയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചാൽ ദൈവം നിന്നെ പണിയും. മോശയെ 40 വർഷം മരുഭൂമിയിലിട്ട് പണിതോ. ദാവീദിനെ ആമേ കാട്ടിനകത്തിട്ട് ദൈവം പണിത് പുറത്തിറക്കി. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? എലീശയെ ഏലിയാവിൻ്റെ കൂടെ നിർത്തി ദൈവം പണിത് പുറത്തിറക്കി. 12 ശിഷ്യന്മാരെ ദൈവത്തിൻ്റെ കൂടെ നടത്തി ദൈവം അവരെ പണിത് പുറത്തിറക്കി. അവിടെ മേൽ മാളിക മുറിയിൽ അത്ഭുതങ്ങളുടെ തേജസ്സിൻ്റെ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ നൽകി. ശ്രദ്ധിച്ച് കേട്ടോണേ, ദൈവം പത്രോസിനെ പണിതപ്പോൾ പിന്മാറിപ്പോയവൻ പിന്മാറാൻ പോലും കഴിയാതെ ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം ദൈവം പണിതില്ലെങ്കിൽ പിന്മാറി ആ വഴിക്ക് അങ്ങ് പോകും. ദൈവം പണിതാ പിന്മാറാൻ നോക്കിയാലും നീ മടങ്ങി വരും.
ഹല്ലേലൂയ. മടങ്ങി വരൂ. പിന്മാറിപ്പോയ നിന്റെ മക്കളെ ഓർത്ത് കരയും ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഞാൻ പറയാ, നീ ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്ന് ദൈവമാണ് പണിയുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചില പിന്മാറ്റക്കാർ മടങ്ങി വരിക തന്നെ ചെയ്യൂ. ഇന്ന് പകൽ ദൈവാത്മാവ് അങ്ങനെ ഒരു ദൂത് ഇതിനകത്തളത്തിൽ ദൈവാത്മാവ് കൈമാറുകയാണ്. ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന കരയുന്ന മാതാപിതാക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് പകൽ ദൈവം ചില പിന്മാറ്റക്കാരെ മടക്കി കൊണ്ടുവരും. പത്രോസിന് പിന്മാറാൻ കഴിയാതെ വണ്ണ് ദൈവം മടക്കി കൊണ്ടുവന്നതുപോലെ ദൈവത്തിന്റെ കര അവിടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, പിന്മാറാൻ നോക്കിയിട്ട് പോലും അവന് പറ്റിയില്ല. കാരണം എന്താണെന്നറിയാമോ? ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ്. ഹലോ, ഐ വിൽ മേക്ക് യു ഫിഷർമാൻസ്. ആമേ, ഇന്ന് പകൽക്കാലം ദൈവവചനം പറയുന്നു, ആമേ, ഞാൻ നിന്നെ പണിയും. എന്തിനു വേണ്ടിയെന്നറിയാമോ? മനുഷ്യരെ പിടിക്കത്തക്ക നിലവാരത്തിൽ. ഇന്നലെ വരെ മീനിനെ പിടിച്ചത്, ഇന്ന് നീ മനുഷ്യരെ പിടിക്കും. ദൈവം പണിതാൽ പരിശുദ്ധാത്മാവ് തുണമിന്നാൽ, ഇന്നലെ വരെ മീനിനെ പിടിച്ചവൻ പൗലൂസ്, ആത്മനിറവിൽ പത്രോസ് യെരൂശലേമിന്റെ മണ്ണിൽ നെറുകയിൽ എഴുന്നേറ്റ് നിന്നു. ഒറ്റ പ്രസംഗം. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒറ്റ വലവീശല്. കയറിയത് 3000 സ്നാനജലത്തിലിറങ്ങി. എന്തിറങ്ങി? 3000 സ്നാനജലത്തിലിറങ്ങി. ആദ്യത്തെ ദൈവസഭയുടെ അടിസ്ഥാനമിട്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അടുത്തൊരു പ്രസംഗം 4000 സ്നാനപ്പെട്ടു. അറിയാമോ? ദൈവത്തെ അനുഗമിക്കാമെന്ന ഒറ്റ തീരുമാനം അവൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി. അവൻ്റെ നിയോഗത്തെ ദൈവം മാറ്റി. ഉലകത്തിൽ ആരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത വണ്ണം അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ആർക്കും ലഭിക്കാത്ത നിത്യമായ ദൈവ തേജസ്സിനകത്ത് ദൈവം വച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ ദൗത്യ നിർവഹണത്തിന്റെ ആ മിഷനെ കംപ്ലീറ്റ് ചെയ്ത് ഈ ലോകത്തുനിന്ന് പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക. ഞാൻ ദൈവത്തെ അനുഗമിക്കും. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ആഴമായ ദൈവ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്, ആഴമായി ഒന്ന് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ സമർപ്പിക്കുക. ഞാൻ ലോകത്തെ അനുഗമിക്കുന്നവനല്ല. ഞാൻ എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചവനാണ്. ഞാൻ എൻ്റെ ദൈവത്തെ അനുഗമിക്കുന്നവനാണ്. ഒരു തീരുമാനമെടുത്താട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. ഈ പകൽ ഈ കരത്തിൽ ദൈവത്തിൻ്റെ കരം പിടിക്കും. ദൈവം നിന്നെ പിടിക്കും. ദൈവം നിന്നെ പിടിക്കും. ചിലരെ ദൈവം തൊടുക. ഈ പകൽ പ്രാർത്ഥിച്ച് എൻ്റെ കൂടാരത്തിൻ്റെ സ്ഥിതി മാറും, ചരിത്രമായി മാറും. ആരുടെ വലയും കയറാത്ത ചില ദൈവപ്രവൃത്തിയുടെ മീനുകൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചു. ഓ, ലൈവിലൂടെ ഞങ്ങളെ കാണുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പറ, ഞാൻ നിന്നെ ഫോളോ ചെയ്യുക. അങ്ങേ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. അങ്ങില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഈ പകൽ ദൈവം ചിലരെ തൊടുക. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഒരു വാക്ക് നീ ഇന്ന് പകൽ തീരുമാനമെടുക്ക. നിന്റെ ഒരു തീരുമാനം നിന്റെ ജീവന്റെ വിലയുള്ളതാ. നിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടതാ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നതാ.
ഇന്ന് പകലൊരു തീരുമാനം എടുക്കുക. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. യേശുവേ യേശുവേ യേശു യേശുവേ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ എന്തു ഞാൻ പകരം നൽകും. ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. എന്തു ഞാൻ പകരം നൽകും. ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. യേശുവേ യേശുവേ യേശു യേശുവേ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി. ഓ അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹ നന്ദി നന്ദി. ഓ ശബരദര അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി. അപ്പാ അളവിൽ ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ട് ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, I have decided to follow you. ഞാൻ ഇന്ന് പകൽ അങ്ങേ അനുഗമിക്കാൻ തീരുമാനമെടുക്കുക.
ഒത്തിരി പ്രാവശ്യം എൻ്റെ തീരുമാനങ്ങൾ മാറിയിട്ടുണ്ട്. ഈ പകലെൻ്റെ തീരുമാനത്തിനോട് കൂടെ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ അധികമായി തരണമേ. മനുഷ്യനിൽ ആശ്രയിക്കാതെ, ലോകത്തിൻ്റെ പുറകെ അനുഗമിക്കാതെ അങ്ങിൽ ഞങ്ങൾ അനുഗമിക്കുക. ഈ തീരുമാനത്തോടെ ഞങ്ങളെ ഈ ഹാളിനകത്തായിരിക്കുന്നത് ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന ഈ നിമിഷം ദൈവ തേജസ് അവിടെ കൂടാരത്തിനകത്ത് ഇറങ്ങട്ടെ. ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിനകത്ത് നിത്യവെളിച്ചമായ അങ്ങയുടെ കിരണങ്ങൾ അക്കൂടാരങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഞാൻ ഈ ജനത്തെ എങ്ങനെ ബ്ലസ് ചെയ്യുക. വലിയ ദൈവിക സമാധാനം, വലിയ ദൈവിക പ്രത്യാശ അവിടെ കൂടാരങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. ദൈവസന്നിധി വന്നിരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ദശാംശമായി, വഴിപാടായി, നേർച്ചയായി ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളെന്ന് ടൈറ്റുകൾ നിക്ഷേപിക്കാവുന്നതാണോ? ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നന്മയെ നീ കാണുന്നു. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നീ കാണുന്നു. ഓൺലൈനായി ഓഫ്ലൈനായി ഓഫറിങ്ങൾ നിക്ഷേപിക്കുന്നവരുണ്ട്. 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വമെല്ലാം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കണ്ണുകളെ മൂടാമോ? പ്രാർത്ഥിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ മോൾഡസ് ലോർഡ്, നീ ഞങ്ങളെ പണിയണമേ. നീ ഞങ്ങളെ പണിത് പുറത്തെടുക്കണമേ. അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണോ ആ ദിവ്യമായ പദ്ധതിയിലേക്ക് പണിയപ്പെടാൻ നല്ല കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങൾ സമർപ്പിക്കുക. ഈ പകൽ അസാധാരണമായ ദൈവപ്രവർത്തി ഇതിനകത്ത് ചലിച്ചതിനായി നന്ദി. ഈ ജനത്തെ ഈ വചനവും പ്രവചനവും അയച്ച് ഞാൻ ബ്ലസ് ചെയ്യുക. രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ദേശങ്ങൾക്ക് ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിൽ. ആമേൻ. ആശീർവാദം കൈക്കൊള്ളാമോ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ആമേ ക്രിസ്തുവിൻ്റെ കൃപ, നമ്മെ ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, കൂട്ടായ്മ, കാവലും നമ്മോടും നാം പ്രാർത്ഥി വിഷയങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ മടങ്ങി വരുവരിക്കുമാറാകട്ടെ. അരക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണം.